ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നങ്ങനെ രാവിലെ വാവയെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് വാവയെ കാണാൻ പോകാം. ബൈക്കിലാണ് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എത്തിയിട്ട് കാണാം. വൈഫിൻ്റെ വീട് എത്തുന്നതിന് മുമ്പുള്ള ആ മലയിലുള്ള കാഴ്ച കേട്ടോ. മഞ്ഞ് വന്നിറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടോ. അടിപൊളിയാണ്. ഞാൻ അവിടെ എത്തി. എൻ്റെ വാവയെ കണ്ടു. വാവേ വാവേ ഇവിടെ 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 ഹായ് ഹായ് പറ. പിന്നെ ഒരു ഹായ് പറ. എന്തോ കഴിച്ചേ? ആ മക്കളെന്തോ കഴിച്ചേ? ഹായ്യാ കഴിച്ചേ? പുട്ട് കഴിച്ചാ? കുളിച്ചാ രാവിലെ? അമ്മയോടെ പോയേ? അമ്മ അടുക്കളയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം രാവിലെ? നമ്മൾ വണ്ടി ഓടിച്ചല്ലേ രാവിലെ? വണ്ടി ഓടിച്ചല്ലേ? നമുക്ക് ഉറക്കം വരണാടി. നമുക്ക് ഉറക്കം വരണ? നമുക്ക് ഉറങ്ങാൻ പോവാ. അപ്പം വാവയ്ക്ക് ഉറക്കം വരുന്നത് നമ്മളല്ലാതെ ഉറങ്ങാം. വാവയോട് ടാറ്റ പറഞ്ഞ് വൈഫിനെയും ജോലിക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് വഴിക്ക് എൻ്റെ വണ്ടി ഒന്ന് വാഷൊക്കെ ചെയ്ത് കഴുകി വൃത്തിയാക്കി അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. ഹായ് ഓൾ. അങ്ങനെ വാവയെ കണ്ടു. വാവയെ കണ്ടിട്ട് തിരിച്ചു വന്നു. വന്ന വഴിക്ക് വണ്ടി കഴുകി. പിന്നെ വൈഫിന് ഡ്യൂട്ടി ഉണ്ടാകുന്ന അങ്ങനെ വൈഫിനെ കൊണ്ടാക്കി ഞാനിപ്പോൾ വീട്ടിലെത്തി. ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കാം. ചോറ്, മരിച്ചിനി, മുരിങ്ങയില തോരൻ, ചിക്കൻ കറി, സവാള. ചിക്കൻ്റെ കറി ഇങ്ങനെ മരിച്ചിലോട്ട് ഒഴിക്കുക. അതൊരു പീസ് ഇങ്ങനെ എടുക്കുക. മരിച്ചിങ്ങനെ ഇതോട്ട് ഒഴിക്കുക. ഹായ് ഓൾ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള 2 കലങ്ങ് ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ കലങ്ങ്, അത് രണ്ടാമത്തെ കലങ്ങ്. അപ്പോൾ ഈ കലങ്ങ് റെഡിയാവുന്നതോടുകൂടി നമ്മൾ ഈ റോഡ് റെഡിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി കാറൊക്കെ ഇനി നമുക്ക് ഇതിലേക്കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇനി കാറ് നേരത്തെ ഇവിടം വരെ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഇനി ഈ കലം കൂടെ റെഡിയായ നമുക്കിനി ഇതിലേക്കൂടെ കാറങ്ങ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായി നല്ല രീതിക്ക് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത സൈഡ് വാള് ഇതാണ് കേട്ടോ. നമ്മൾ റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വളഞ്ഞ് ഇതുവഴി കയറി ഇങ്ങനെയാണ് പോകാനുള്ളത്. ഇപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി പാലം പണി കഴിഞ്ഞ് റോഡ് പണിയൊക്കെ കൂടെ കഴിയുന്ന ഏകദേശം ഒരു 2 മാസത്തോടുകൂടി സെറ്റാവും. പക്ഷേ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റുള്ളതെന്ന് വെച്ചാൽ ഇവർ പണി തുടങ്ങുന്ന സമയത്തെല്ലാം ഇവിടെ മഴ വരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ നീണ്ട് പോകുന്നത്. അപ്പം നാളെ മുതൽ നമുക്ക് ബൈക്ക് ഇതുവഴി കൊണ്ടുപോകാം. ഞാനന്ന് ഇവിടെ ഈ പണി നടക്കുന്ന അതുകൊണ്ടാണ് അന്ന് മറ്റേ തോട്ടിൽ വീഴുന്നത്, ഗ്യാസ് കുറ്റിയായിട്ട് തോട്ടിൽ വീഴുന്നതും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ പണി നടക്കുന്ന ഇവിടെ കൂടെ ബൈക്ക് പോകാത്തത് കൊണ്ടാണ് അന്ന് ഗ്യാസ് കുറ്റി എടുക്കാൻ വേണ്ടി പോയ വഴിക്ക് തോട്ടിൽ വീഴുന്നത്. എന്തായാലും ഇവിടെ ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി പണിയൂടെ കഴിഞ്ഞാൽ സെറ്റാവും. ഇവിടെ ഇപ്പം മഴ തുടങ്ങി കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. ഇനി നേരം നമ്മൾ വീട്ടിലേക്ക് പോകാം.